ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു എണ്ണയില്ല പലഹാരമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അടയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സാധാരണ ഇലയിൽ പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ അല്ല. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റവയുടെ കൂടെ ഞാൻ 2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾ ഈ സമയം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാം അത്. അപ്പോൾ പൊടി എന്നുണ്ടെങ്കിൽ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ റവ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു റവ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ റവ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെറിയ ജീരകം ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ഈ ഒരു അടയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ അതാ റവ പൊടിച്ചിട്ടുള്ളത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ റവ പൊടിച്ചതൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് ഇത് കലക്കുന്ന പോലെ എടുക്കണം കേട്ടോ. അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് റവക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇതുപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര വേണം. അപ്പോൾ ഇത് 1/2 കപ്പ് ശർക്കരയാണ്. അപ്പോൾ 3 കട്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 കട്ട ശർക്കര ഒരു നോർമൽ മധുരമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു മധുരം ആവാട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു നോർമലായിട്ടുള്ളൊരു മധുരമായിരുന്നു. അപ്പോൾ ഒരു 4 കട്ട ശർക്കര ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കര ഒക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയിൽ നല്ലോണം കച്ചറുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ആകെ കല്ല് കടിക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ 1/2 കപ്പിൽ കുറഞ്ഞു പോവേണ്ട, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 1 കപ്പ് വരെ തേങ്ങ എടുത്താലും സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഒരു പലഹാരം. അപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം വാട്ടിയെടുക്കണം. പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, നമ്മൾ മധുരം ചേർത്തിട്ടുള്ള ഒരു പലഹാരം ആയതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ സമയം ആ ഒരു ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം നമുക്ക് ആ ശർക്കര പാനിയിൽ ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് നല്ലോണം വിളയിച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കുക. അപ്പം ശർക്കര പാനി കുറച്ചധികം ഒന്ന് വറ്റിയിട്ട് വന്നോട്ടെ കേട്ടോ. എന്നാൽ നമുക്കൊരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഈ ഒരു പാകത്തിലായി വരണം കേട്ടോ. ഒത്തിരി ഡ്രൈ ആയി പോവരുത് കേട്ടോ. ഇതുപോലെ കണ്ടോ ഇങ്ങനെ ആയി കിട്ടണം. ആ സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അപ്പോൾ ആ റവയുടെ മിക്സ് ഇതാ അതുപോലെ നമ്മൾ ഒരു ശർക്കര തേങ്ങയുള്ള അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു റവയുടെ മിക്സും ഈ ഒരു ശർക്കരയും തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ റവ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നമ്മുടെ ഈ ഒരു ശർക്കരയും തേങ്ങ നല്ലോണം മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കേട്ടോ. ഒത്തിരി കട്ടിയായിട്ട് പോവരുത്, ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു പാകമായി കിട്ടണം കേട്ടോ. കണ്ടോ ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇതിലും കൂടുതൽ ഡ്രൈ ആക്കണ്ട കേട്ടോ, നമുക്ക് അട പോലെ ഉണ്ടാക്കാനല്ലേ. അപ്പം ഇനി ഇത് നമുക്ക് കട്ടി ചൂടൊന്ന് മാറട്ടെ. അപ്പം അതിന് വേണ്ടി ഞാനൊരു പരന്ന പാത്രത്തിലിട്ട് കൊടുത്തിട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു പരന്ന പാത്രം ഇട്ട് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില ഒന്ന് വാട്ടിയിട്ട് എടുക്കുമ്പോൾ നല്ലതാണ്. നമ്മളിത് മടക്കുന്നതല്ലേ, മടക്കുമ്പോൾ
പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. കയ്യിലൊന്ന് എണ്ണ ആക്കിയിട്ട് നമുക്ക് ആ ഇലയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കാരണം ഈ ഒരു അട നമുക്ക് ആ ഇലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പം എണ്ണ ആക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഓരോ ഉരുള എടുത്തിട്ട് അത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു അടകായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ശർക്കരയും തേങ്ങയും വിളയിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു അട വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ഒപ്പം അതിങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഇത്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്താൽ മതി. അപ്പോൾ രണ്ടാണെങ്കിലും ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു മാവിൽ തന്നെ നല്ല മധുരവും നല്ല തേങ്ങയും എല്ലാം നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുള്ളതിനെയാണ് കേട്ടോ. അപ്പം ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തന്നതാ കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് അത് ഈ ഒരു ഷേപ്പിലാക്കി അത് ഇടയിലൊക്കെ മടക്കി കണ്ട ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ ഷേപ്പിലും മാറ്റം വരുത്താം കേട്ടോ. അപ്പം നമ്മൾ ഇലയിൽ പരത്തി എടുക്കുന്നതല്ല. അപ്പം കുറച്ച് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നമുക്ക് ആ ഒരു വാഴയിലേൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ഈ ഒരു ഇലേൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ലെവലാക്കി എടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലത്തെ കട്ടിയാവണം കേട്ടോ. എന്നിട്ട് അടിയിൽ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിൽ എണ്ണ തടവിയിട്ട് വേണം കേട്ടോ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇലയുടെ ഫ്ലേവർ കിട്ടൂല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇലയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ഒരു അട കഴിക്കുമ്പോൾ. അപ്പം അത് ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്കിത് ഇട്ട് കൊടുക്കുക. 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് 15 മിനിറ്റ് എന്തായാലും ആയിക്കോട്ടെ കേട്ടോ. കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 മിനിറ്റ് എന്തായാലും ആയിക്കോട്ടെ. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റിലുള്ളതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പം അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ഒരു പ്ലേറ്റിലത്തെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ നടുക്ക് ഞാനൊരു കുഞ്ഞു കഷ്ണം ശർക്കര വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് ആവി കയറിയിട്ട് വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ആ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡായിട്ട് വരും കേട്ടോ. അതിനാണ്. അപ്പം അതും വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് മതി. ആ ഒരു പ്ലേറ്റിലത്തത് 10 മിനിറ്റ് മതി ആയി കിട്ടാൻ കേട്ടോ. കണ്ടല്ലോ. അപ്പം ഇത് നമുക്കൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ആ ശർക്കര കണ്ട ഒന്ന് മെൽറ്റായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ തടവിയിട്ട് ചെയ്തതല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ പോരും. കണ്ടല്ലോ, നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ വാഴയിലുള്ളത് ഒന്ന് തുറന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മളുടെ ഈ വാഴയിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള അട അടിപൊളിയായിട്ട് റവ വെച്ചിട്ടാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം അതുപോലെ നിങ്ങൾ മധുരം ഒരു കട്ട ശർക്കര കൂടെ കൂട്ടിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മധുരം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ആയിട്ടുള്ളൊരു മധുരമാണ് ഞാൻ ഉണ്ടാക്കിയതുള്ളതും. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഇലയിൽ എല്ലാ ഇലയിൽ നിന്ന് ഒഴിവാക്കണ്ട കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓരോ ഇലയിൽ നിന്നും എടുത്തിട്ട് കഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാഴയിലേൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ അടിപൊളി നമുക്ക് കഴിക്കാൻ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ അതാണ് ഇലയിൽ നിന്ന് എല്ലാ അടയും കൂടി ഇലയിൽ നിന്ന് മാറ്റണ്ട. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടി മറന്നു പോവല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരാൻ വേണ്ടി മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.